അഥഹീനം ഉഷസ്ഥ ചക്രായണ പപ്രശ്ച. അടുത്ത ഉഷസ്ഥൻ ചക്രായണൻ ചോദിച്ചു, പുണ്യപാപ പ്രയുക്തൈ ഗ്രഹാദിഗ്രഹൈ ഗൃഹീത പുനർഗ്രഹാദിഗ്രഹാൻ ത്യജൻ ഉപാദത സംസരതി ഇത്യുക്തം. നേരത്തെ പറഞ്ഞല്ലോ ഗ്രഹാദിഗ്രഹങ്ങൾ, അതിനെ അതായത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അതിന്റെ വഴി സംസാരമാണെന്നെല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. പുണ്യസിജ പര ഉത്കർഷോ വ്യാഖ്യാതോ വ്യാകൃത വിഷയ സമഷ്ടി വ്യഷ്ടിരൂപോ ദ്വൈതേകത്വാത്മപ്രാപ്തി. പുണ്യം ആ സംസാര യാത്രയിലാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ദ്വൈതത്തെ പ്രാപിക്കുകയാണ്. അത് ദേവതാപ്രാപ്തി വരെയുണ്ട്. യസ്തു ഗ്രഹാദിഗ്രഹീർഗ്രസ്ത സംസരതി. ആരാണോ ഇതിൽ ഗ്രസ്തനായിരിക്കുന്നത്, ഈ ഇന്ദ്രിയ വിഷയ രൂപത്തിലുള്ള ഈ സംസാരത്തിൽ അവൻ സംസരിക്കുന്നു. സുവസ്തിവ നാസ്തി അസ്തിത്വ ചക്കിം ലക്ഷണ. ആർക്കാണ് ഈ സംസാരം, ഈ വിഷയഗ്രഹണം ആർക്കാണ്? ഈ വിഷയഗ്രഹണത്തിലൂടെ, ഈ ജന്മമൃത്തിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അങ്ങനെ ഒരാളുണ്ടോ? അതോ ഈ ബാഹ്യമായ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഈ വിഷയങ്ങളും ഇതേ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷണം? ഈ ആത്മനേവ വിവേക അധികമായ ഉഷസ്ഥ പ്രശ്നം. ഇവിടെ ഉഷസ്ഥൻ കുറച്ച് ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളാണ്. അപ്പോ സ്വസ്വരൂപത്തിന്റെ ആത്മനേവ താൻ ആരാണ് എന്നുള്ളതിന്റെ വിവേക അധികമായ ആ വിവേകത്തെ നേടുന്നതിന് വേണ്ടി, പ്രാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ ആത്മതത്വത്തെക്കുറിച്ചാണ്, സ്വതത്വത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. മറ്റതുപോലെ അല്ല എന്നർത്ഥം. തസ്യ നിരുപാധി സ്വരൂപസ്യ ക്രിയാകാരക വിനമുക്ത സ്വഭാവസ്യ അധികമാൻ യഥോക്താത് ബന്ധനാത് വിമിച്ചതി പറയുന്നു. അവിടെ നിരുപാധിക രൂപമായ, എന്നുവെച്ചാൽ ഈ ഗ്രഹ അതിഗ്രഹ രൂപത്തിലുള്ള വിഷയ ഇന്ദ്രിയ ഗ്രഹണ രൂപത്തിലുള്ള ഇതിൽ നിന്നും വേറിട്ടിരിക്കുന്ന നിരുപാധിക രൂപമായ പരമാർത്ഥ രൂപത്തിലുള്ള ക്രിയാകാരക വിനർമുക്ത സ്വഭാവത്തിലുള്ള ഏതൊരു ക്രിയാകാരകമാണോ അവനെ ഈ ദേവതാപ്രാപ്തി വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന, അതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്ന ആ തത്വത്തിന്റെ ബോധം കൊണ്ട് യഥോക്ത ബന്ധന ഗ്രഹ അതിഗ്രഹ രൂപത്തിലുള്ള ബന്ധനത്തിൽ നിന്നും മോചിക്കുന്നു. സപ്രയോജക, ആ ബന്ധനത്തിന് കാരണം കർമ്മമാണ്, അതിൽ നിന്ന് മോചിക്കുന്നു. ആഖ്യായിക സംബന്ധസ്തു പ്രസിദ്ധ. ഇവിടെ അതിനു വേണ്ടിയിട്ട് ഈ ഒരു കഥ പോലെ ഇവിടെ പറയുകയാണ്. ചോദ്യോത്തര രൂപത്തിൽ, കഥയായിട്ടൊന്നും എടുക്കണ്ട. ഇങ്ങനെ ഒരാൾ ചോദ്യം ചോദിച്ചെന്നോ ഒരാൾ മറുപടി പറഞ്ഞെന്നോ ഒന്നും എടുക്കണ്ട, തത്വത്തെ ഗ്രഹിച്ചാൽ മതി എന്നാണ്. അതഹീനം പ്രകൃതം യാജ്ഞവൽക്യം ഉഷസ്തോ നാമതഃ ചക്രസ്യ പത്യം ചക്രായണ പപ്രച്ഛ. ചക്രൻ എന്ന് പറയുന്ന ഋഷിയുടെ പുത്രനായ സന്താനമായ ചക്രായണൻ, അവന്റെ പേര് ഉഷസ്ഥനാണ്. ചക്രായണൻ എന്ന് പറയുന്നത് ആ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ്. അവനാണ് ഇവിടെ യാജ്ഞവൽക്യനോട് ചോദിക്കുന്നത്, യത് ബ്രഹ്മ സാക്ഷാദമ്യഭീതം കേനചിത് ദ്രഷ്ടു അപരോക്ഷാ അഗൗണം ന ശ്രോത്ര ബ്രഹ്മാദിവ. യാജ്ഞവൽക്യോവാച യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഭാഷ്യകാരൻ ആവർത്തിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമാണത്. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ഇവിടെ പറയുന്നു, യദി പരമാത്മതത്വം വിശേഷ്യം തസ്യ അപരോക്ഷാദിത്യന്തം വിശേഷണം. പരമാത്മതത്വത്തെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ. എന്താണ് അപരോക്ഷ? അങ്ങനെ അപരോക്ഷാത് ബ്രഹ്മ അതുവരെയുള്ളത് ആ പരമാത്മതത്വത്തെ വിശേഷിപ്പിച്ച് പറയുകയാണ്. അത് എന്തിനു വേണ്ടി അങ്ങനെ പറയുന്നു? പരോക്ഷാദി ബ്രഹ്മ വിദ്വാസാർത്ഥം. ഇത് പരോക്ഷമാണോ എന്നുള്ളത്. ഇത് പരോക്ഷമല്ല, പരോക്ഷ ഭ്രമത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്. അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. ബ്രഹ്മം സ്വസ്വരൂപം, അത് അജ്ഞേയമല്ല എന്നജ്ഞേയവുമല്ല, അങ്ങനെ പറയും. അങ്ങനെയാണ് അതിനെ ബോധിപ്പിക്കുന്നത്.
പരമാണു ഇപ്പോൾ പ്രത്യക്ഷമാണമല്ലാതെ പ്രത്യക്ഷ രൂപത്തിൽ അത് അജ്ഞേയമായിരിക്കുന്നു. എന്നാൽ അതിന്റെ തന്നെ സ്ഥൂല രൂപത്തിലുള്ള ഈ വസ്തുക്കൾ ഇത് ജ്ഞേയമായിരിക്കുന്നു. ഇതങ്ങനെയല്ല അപരോക്ഷം എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് അപരോക്ഷ ശബ്ദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. തഥാ ചെയ്ത് ബ്രഹ്മ ബൃഹത്തമം. ബ്രഹ്മശബ്ദത്തിന്റെ വാച്യാർത്ഥം എന്താണ്? വലുത് എന്നുള്ള അർത്ഥം. കാരണം സൂക്ഷ്മമായിരിക്കുന്നതാണ് സാധാരണ ഒളിച്ചിരിക്കുന്നത്, നമ്മുടെ ദൃഷ്ടിപ്പെടാതിരിക്കുന്നു. വലുതെന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിപ്പെടേണ്ടതാണ്, പ്രത്യക്ഷമായിരിക്കേണ്ടതാണ്. അതെന്താണ്? സാക്ഷാത് അതിന്റെ സ്വരൂപം ഏവ അപരോക്ഷം നതു ഘടാധിപത് വൃത്തിവ്യാപ്യത്വേന. അതിന്റെ വ്യാഖ്യാനമാണ് ഞാൻ വായിച്ചത്. ഈ ബ്രഹ്മത്തെ അത് ഇത്രയും ബൃഹത്തായിരുന്നിട്ടും അതിനെ അപരോക്ഷം എന്ന് പറയുന്നു. അതിന്റെ സ്വരൂപം അതാണ്. അത് അതിന്റെ മാത്ര സവിശേഷതയാണ് അത് അപരോക്ഷമായിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്? അത് ഇത്രയും ബൃഹത്തായിട്ടും അതതിന്റെ സ്വഭാവമാണ്. പക്ഷെ മറ്റുള്ളതൊക്കെ എങ്ങനെ മുമ്പിലിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് അത് സ്വരൂപത അപരോക്ഷമാണ്. എന്തുകൊണ്ട്? അവിടെ കണ്ണ് വേണം, അന്ധകരണം വേണം, ആ അന്ധകരണത്തിൽ അറിവ് താതാത്മ്യപ്പെട്ടിരിക്കണം. അങ്ങനെ പല ഘടകങ്ങളും വന്നു ചേർന്നാലേ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകത്തുള്ളൂ. പുസ്തകവും അപരോക്ഷമാണ്. അപരോക്ഷം എന്ന് സാധാരണ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രത്യക്ഷം എന്നാണ്. പുസ്തകവും പ്രത്യക്ഷമാണ്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രത്യക്ഷ രൂപത്തിലുള്ളതല്ല, മറിച്ച് അത് സ്വരൂപേണ പ്രത്യക്ഷം എന്ന് പറയും. അതെന്താ സ്വരൂപ പ്രത്യക്ഷം എന്ന് പറയാൻ കാരണം? ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് തന്നെ അപരോക്ഷമാണെന്നർത്ഥം. ശരി, ബ്രഹ്മത്തിന്റെ സ്വരൂപം അപരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് നിരുപാധികമായ അറിവാണ്. അത് അറിവിന്റെ സ്വഭാവമാണ്. അത് സദാ അപരോക്ഷമായിരിക്കുന്നത്. അറിവിലാണ് സർവവും പ്രകാശിക്കുന്നത്. അറിവാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. ആ സർവത്തെയും പ്രകാശിക്കുന്നു. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാണ്ടം മുഴുവൻ അതിന് വിഷയമായിരിക്കുന്നുണ്ട്. അത് ബൃഹത്താണ്. അതിന് വിഷയമായതുകൊണ്ട് തന്നെ സർവവും പരിച്ഛിന്നമായിരിക്കുന്നു, അല്പമായിരിക്കും. അറിവാണെങ്കിലോ സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നു. സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നത് ഒന്നിനെ മറ്റൊന്ന് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ ഉൾക്കൊള്ളുന്നതിനേക്കാളും വലുതായിരിക്കുമല്ലോ. പാത്രത്തിന്റെ അകത്ത് ഒരു വസ്തു ഇരിക്കുന്നു. അപ്പോൾ അകത്തിരിക്കുന്ന വസ്തുവിനേക്കാൾ വലുതാണ് പാത്രം. എന്തുകൊണ്ട്? പാത്രം അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ അപരോക്ഷമായിരിക്കുന്ന ഈ അറിവ് ബ്രഹ്മാണ്ടത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. കാരണം ബ്രഹ്മാണ്ട എന്ന് അറിവാണ് ആ വസ്തുവിനെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ബൃഹത്താണത്. അങ്ങനെയിരിക്കുന്ന അറിവിന് എവിടെ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്നത്? ഒരിടത്തും അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ഈ ബ്രഹ്മാണ്ടം അത് സത്തായി അനുഭവപ്പെട്ടാലും ശരി, അസത്തായി അനുഭവപ്പെട്ടാലും ശരി, എന്നുവെച്ചാൽ ശൂന്യമായി അനുഭവപ്പെട്ടാലും ശരി, ആ ശൂന്യത്തെയും പ്രകാശിപ്പിക്കുന്നത് ഈ അറിവാണ്. പറയുന്നു അതല്ല, നിങ്ങൾ പറയുന്നതിന് യുക്തിയില്ല, ഇത് എല്ലാം ചെന്ന് ചേരുന്ന ഒരു ശൂന്യത്തിലാണ്. എന്നാര് പറയുന്നു? ഞാൻ. നീ എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് പറയുന്നു. അപ്പോൾ ആ ശൂന്യത്തെ ഉൾക്കൊണ്ടിരിക്കുന്ന എന്താണ്? എന്റെ അറിവാണ്. അപ്പോൾ എന്റെ അറിവാണ് ബൃഹത്തായിരിക്കുന്നത്. അറിവിനെവിടെ ഒളിഞ്ഞിരിക്കാൻ കഴിയും? അതുകൊണ്ട് അത് സ്വരൂപേണ അപരോക്ഷമായിരിക്കുന്നു, സ്വരൂപേണ അത് പ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള വസ്തുക്കളോ അറിവിനെ അപേക്ഷിച്ച് വിട്ടിട്ട് വേറെ ഏതിനെയും നോക്കുക. പുസ്തകമോ ശൂന്യമോ സൂക്ഷ്മമോ സ്ഥൂലമോ ഏതായാലും ശരി, അത് അറിവിന്റെ വിഷയം എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞത് വൃത്തിവ്യാപ്യം എന്ന് പറഞ്ഞു. അറിവിന്റെ വിഷയം എന്നുള്ള നിലയ്ക്ക് സർവവും പ്രത്യക്ഷമായിരിക്കുന്നു. ആ വിഷയത്തെയാണ് നമ്മൾ പിന്നെ രണ്ടായി തിരിക്കുന്നത്. ഇത് അപരോക്ഷം, ഇത് പരോക്ഷം. വിഷയങ്ങൾ നമ്മളങ്ങനെ തിരിക്കും. എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം എനിക്ക് അപരോക്ഷമാണ്. എന്തുകൊണ്ട്? അത് അറിവിന് വിഷയമായിരിക്കുന്നുണ്ട്.
ചക്ഷുരിന്ദ്രിയത്തിന് വിഷയമായിരിക്കുന്നതുകൊണ്ട് പരമാണു ചക്ഷുരിന്ദ്രിയത്തിന് വിഷയമല്ല, അതുകൊണ്ട് അത് പരോക്ഷം. ധർമാധർമ്മങ്ങൾ, പുണ്യപാപങ്ങൾ അത് പരോക്ഷമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പരോക്ഷ അപരോക്ഷങ്ങളെ നമ്മൾ അറിവിന്റെ വിഷയമായി തിരിക്കുന്നു. പക്ഷെ അവിടെ വിഷയത്തെ നമ്മൾ പ്രത്യക്ഷമെന്നോ അല്ലെങ്കിൽ അതിന്റെ പര്യായമായി അപരോക്ഷമെന്നോ പറഞ്ഞാലും ഈ അറിവിനെ അപരോക്ഷമെന്ന് പറയുമ്പോൾ കിട്ടുന്ന താല്പര്യം അവിടെ കിട്ടത്തില്ല. അപ്പോൾ പരമാർത്ഥത്തിലുള്ള അപരോക്ഷത എന്ന് പറയുന്നത് അത് അറിവിന് മാത്രമുള്ളതാണ്. അത് അറിവിന്റെ സ്വരൂപമാണ്. അറിവിന് വിഷയമാകുന്നില്ല. അതതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അവർ സ്വയം അപരോക്ഷമായിരിക്കുക, അറിവിന് വിഷയമാകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അറിവിനെ അറിയുമ്പോൾ എങ്ങനെ അറിയുന്നു? ഇത് അവിഷയമാണ് എന്നറിയുന്നു. ആ അവിഷയമാണ് എന്നറിയുന്നത് എന്താണ്? അറിവ് തന്റെ തന്നെ സ്വരൂപത്തെ അങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. ഞാൻ അവിഷയമാണ്. അതുകൊണ്ട് അന്യദൈവ വിദിത അതോ അവിദിതാധതി. അതുകൊണ്ടത് അറിവില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. അറിവിനെ അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിയാത്തതാണോ? അല്ല. എന്തുകൊണ്ട്? അറിവിന് അറിയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ സ്വരൂപം അറിവാണ്. അതാണ് സദാ അനുഭവരൂപത്തിൽ സ്വസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നത്. ആ അനുഭവത്തിലാണ് സർവവും പ്രകാശിക്കുന്നത്. ആ അനുഭവത്തിലാണ് നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അറിവിന് മറയാൻ കഴിയത്തില്ല, മറയാൻ ഒരിടമില്ല, മറയുക അതിന്റെ സ്വഭാവമല്ല, അതിൽ നിന്ന് വേറിട്ട് ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് അറിവിന്റെ അപരോക്ഷത എന്ന് പറയുന്നത് മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷത പോലെയല്ല, പ്രത്യക്ഷം പോലെയല്ല. അതുകൊണ്ട് ആ അറിവിന്റെ അപരോക്ഷതയാണ് നമ്മൾ സാധാരണ മറ്റൊരു ഭാഷയിൽ പറയുന്നത് സാക്ഷാത്കാരം. അതിനാണ് സാക്ഷാത് ഇവിടെ പറയുന്നില്ല. ഈ സാക്ഷാത് അപരോക്ഷ സാക്ഷാത് ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതിന് ഇവിടെ എന്ന് പറഞ്ഞു, സാക്ഷാത് എന്ന് വെച്ചാൽ സ്വരൂപത എന്നാണ്. സാക്ഷാത് എന്ന് വെച്ചാൽ സ്വരൂപം, സ്വരൂപം തന്നെ അറിവാതിരിക്കുന്നു. സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ അറിവിന്റെ സ്വരൂപം തന്നെ അറിവായിരിക്കുന്നു. അല്ലാതെ അറിവിന്റെ വിഷയം എന്നുള്ള നിലയ്ക്ക് പുസ്തകം പോലെ അറിവായിരിക്കുകയല്ല. അപ്പൊ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിന്റെ താല്പര്യം എന്താണ്? ഈ അറിവെന്ന് പറഞ്ഞാൽ എന്താ? സ്വരൂപമായിരിക്കുന്നു. ആരുടെ സ്വരൂപം? എന്തിന്റെ സ്വരൂപം? അത് ഇതിനെ മനസ്സിലാക്കുമ്പോൾ തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ച് ഇതിനെ ഗ്രഹിക്കുമ്പോൾ അത് ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്നു എന്നാണ്. ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ഇത് ബൃഹത്ത് എന്ന് പറഞ്ഞു. ബൃഹത്തായതുകൊണ്ട് എന്താണ്? അത് സർവസ്വരൂപമായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് അത് സർവാത്മകമായിരിക്കുന്നു എന്ന്. അത് ബൃഹത്ത് എന്നുള്ള അർത്ഥം കൊണ്ടാണ്. ആത്മാ എന്നുള്ള ശബ്ദത്തിലൂടെ ഗ്രഹിക്കുമ്പോൾ എന്താണ്? അത് തന്റെ സ്വരൂപമായിരിക്കുന്നു. ബ്രഹ്മശബ്ദത്തിലൂടെ ഗ്രഹിക്കുമ്പോൾ എന്താണ്? ബൃഹത്ത് എന്നുള്ള അർത്ഥമുള്ളതുകൊണ്ട് അത് സർവസ്വരൂപമായിരിക്കുന്നു. ആത്മശബ്ദത്തിന് സ്വരൂപം സ്വഭാവം എന്നാണ് അർത്ഥം. ആരുടെ സ്വരൂപം, ആരുടെ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രോതാവിന്റെ, ആരാണോ ഇത് ശ്രവിക്കുന്നത് അവന്റെ സ്വരൂപം. പക്ഷെ ബ്രഹ്മശബ്ദത്തിനല്ല അർത്ഥം. കാരണം ആ ശ്രോതാവിന്റെ മുമ്പിൽ ബൃഹത്തായി ബ്രഹ്മാണ്ടം നിൽക്കുന്നു, അനുഭവപ്പെടുന്നു. അണ്ടകടാഹങ്ങളെല്ലാം അവന് അനുഭവപ്പെടുന്നു. അപ്പോൾ അവന് പറയേണ്ടി വരുന്നത് എന്താണ്? ബൃഹത്തായി ഇരിക്കുന്ന ഈ അനുഭവ വിഷയത്തിന്റെ സ്വരൂപമായിരിക്കുന്നത്. എവിടെയായാലും എന്താണ്? സാക്ഷാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരൂപതഃ ബ്രഹ്മ. അപ്പൊ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഇതാണ്, തന്റെ സ്വരൂപമാണെന്ന് ഗ്രഹിക്കുക. അങ്ങനെ അതിനെ സ്വരൂപമാണെന്ന് ഗ്രഹിപ്പിക്കുന്നത് അത് ഈ അറിവിന്റെ വിശേഷതയാണ്. ചോദിക്കുന്നു, ശ്രുതി വാക്യം ശ്രവിക്കുന്നു, അത് ശ്രോതാവിന്റെ കർണപുടങ്ങളിൽ ആ വാക്യം പതിയുന്നു.
അവന്റെ ഉള്ളിൽ ബോധമുണ്ടാകുന്നു, തന്നെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അത് ഇതിന്റെ തന്നെ സ്വരൂപമാണ്, ഇതിന്റെ തന്നെ സ്വഭാവമാണ്. തന്നെ പ്രകാശിപ്പിക്കുക. അതുകൊണ്ടല്ലേ പറയുന്നത് സ്വയം പ്രകാശിപ്പിക്കുന്നതാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശിക്കുന്നതുകൊണ്ടാണ് അതിനെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അല്ല നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ, നമ്മൾ ഭാവന ചെയ്യുന്ന തരത്തിൽ ആരും പോയി അതിനെ സാക്ഷാത്കരിക്കുന്നൊന്നുമില്ല. അങ്ങനെ സാക്ഷാത്കരിക്കാൻ ഒരുവൻ, അവനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു ബ്രഹ്മം, അങ്ങനെ രണ്ടില്ല ഇവിടെ. എനിക്ക് അറിയുന്നവനായ പ്രമാതാവായ ഞാൻ, എനിക്കറിയാൻ വേണ്ടി എൻ്റെ മുമ്പിലൊരു പുസ്തകം, ഇതുപോലെ ഈ അവസ്ഥ വിട്ടുപോയി ഏതെങ്കിലും ഒരവസ്ഥയിൽ, ഈ ലോകം വിട്ടുപോയി ഏതെങ്കിലും ഒരു ലോകത്ത് ആരും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നില്ല. അങ്ങനെ എന്തിനെങ്കിലും സാക്ഷാത്കരിച്ചു എന്നൊരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭേദത്തെ ആയിരിക്കും, ഈ പറയുന്ന പരമാർത്ഥ സ്വരൂപത്തെ ആയിരിക്കത്തില്ല. അതിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന്റെ തന്നെ പ്രകാശമാണ്. അത് സദാ സാക്ഷാത്കാര രൂപത്തിലാണ്. അതിനെ ഇനി സാക്ഷാത്കരിക്കേണ്ട ആവശ്യമില്ല. അതിന് സ്വയം പ്രകാശിച്ചേ ഇരിക്കാൻ കഴിയും, അതിന് ഒളിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. സ്വരൂപത ഏവ അപരോക്ഷം എന്ന് പറയുന്നതാണ്. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ഒരു ജീവന്റെ വ്യഷ്ടി അനുഭവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ഏകരൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് അപരോക്ഷമായി പ്രകാശിക്കുന്നത് കൊണ്ട് ഈ ജാഗ്രത ദ്വൈത അനുഭവത്തിൽ നിന്നും, സുഷുപ്തിയിലെ അറിവില്ലായ്മയിൽ നിന്നും, സ്വപ്നത്തിലെ വീണ്ടും ദ്വൈത അനുഭവത്തിൽ നിന്നും വിലക്ഷണനായി ഈ മൂന്നവസ്ഥയിൽ സദാ പ്രകാശിക്കുന്നുകൊണ്ട് നാലാമത്തവൻ തുര്യൻ എന്നതിനെ വിളിക്കുന്നു. അത് നാലാമത്തവനായതുകൊണ്ടല്ല, ഈ അനുഭവങ്ങൾ എല്ലാം നിലനിർത്തുന്നത് അവനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാതം അജ്ഞാതം രണ്ടിനും അപ്പുറമാണ്. ജാഗ്രത സ്വപ്നങ്ങളിൽ ജ്ഞാതമായി വരുന്നു, സുഷുപ്തിയിൽ അജ്ഞാതമായി വരുന്നു. രണ്ടിനുപരിയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്നിനെയും പ്രകാശിപ്പിക്കുന്നത് അവനാണ്. അപരോക്ഷം നത് ഘടാധിപത് വൃത്തിവ്യാപ്തിത്വേന യത് ബ്രഹ്മ ദൃഷ്ടു സാക്ഷാ. അതാണ് അവിടെ ചേർക്കണം, ദ്രഷ്ടാവിന്റെ സ്വരൂപം. ദൃഷ്ടാവെന്നോ ശ്രോതാവെന്നോ മന്ദാവെന്നോ വിജ്ഞാതാവെന്നോ എല്ലാം പറയുന്നു. അവന്റെ സ്വരൂപമായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ സ്വരൂപമായി പ്രകാശിക്കുന്നതിന് ആർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും? ഇനി വേറെ ആളുണ്ടോ ഇത് സാക്ഷാത്കരിക്കാൻ? എന്റെ അപ്പൂപ്പൻ സാക്ഷാത്കരിച്ചു എന്ന് പറയുന്നത് അപ്പൂപ്പനപ്പം ആരാ? സാക്ഷാത്കരിച്ച ആളാരാണ്? സ്വയം ഇത് സാക്ഷാത്കാര രൂപത്തിലിരിക്കുമ്പോൾ ഇതിനാർക്കാ സാക്ഷാത്കരിക്കാൻ കഴിയും? സാക്ഷാത്കരിക്കണമെങ്കിൽ താൻ ഇതിൽ നിന്ന് മാറണം, സ്വയം ഈ അജ്ഞനാകണം. അജ്ഞനെ ഇതിനെ സാക്ഷാത്കരിക്കാൻ പറ്റും. അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ടേ ഒരാൾക്ക് ഇതിനെ സാക്ഷാത്കരിക്കാൻ പറ്റും. അറിവില്ലായ്മ പോയാൽ പിന്നെ താൻ തന്നെ സാക്ഷാത്കാരം. അല്ലാതെ തനിക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു താനുമില്ല. അങ്ങനെ ഒരു ഭേദം അവിടെ നിലനിൽക്കത്തില്ല. അങ്ങനെ ഒരു സാക്ഷാത്കാരത്തിനുള്ള ഒരു തലം ബൗദ്ധികമായോ മാനസികമായോ, നേരത്തെ പറഞ്ഞ പുരുഷ ബുദ്ധി കൗശല രൂപത്തിലോ ഒന്നും അങ്ങനെ ഒരു തലവുമില്ല. ഇതിന്റെ സ്വരൂപപ്രകാശമല്ലാതെ അതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിവിടെ വ്യക്തമാക്കുന്നു.